ഇന്ന് നമ്മുടെ വായനശാലയിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സാണ് കേട്ടോ അവിടെയുള്ളത്. ഇപ്പോൾ സാധനങ്ങളുടെ വിലകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ട് പറഞ്ഞ് ഇവിടെ ആദ്യം തന്നെ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ട് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മൾ ടോക്കൺ വിളിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോയിട്ട് ഫുഡ് കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടോക്കണൊക്കെ എടുത്തതിന് ശേഷം 2 ബിരിയാണിയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതിന് ടോക്കണൊക്കെ കൊടുത്ത് ക്യാഷൊക്കെ കൊടുത്തിട്ട് നേരെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ 2 പേർക്കും ഓരോ ഐസ്ക്രീം വീതം വാങ്ങിക്കൊടുത്തു. സ്ട്രോബെറീൻ്റെ ഫ്ലേവർ മതി എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അങ്ങനെ വാങ്ങി കൊടുത്തതിന് ശേഷം ഇതൊരു കഴിഞ്ഞ കൊല്ലമാണ് ഈ ഒരു ഫെസ്റ്റ് തുടങ്ങിയത് കേട്ടോ. കഴിഞ്ഞ തവണ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത്ര തന്നെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. നമ്മളൊരു 7:30 ഒരു ടൈമിലാണ് പോയത്. അങ്ങനെ 2 പേർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തു. പിന്നെ അവിടെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉള്ളതെന്ന് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫുഡ് ഫെസ്റ്റ് തന്നെയായിരുന്നു. പോപ്കോൺ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ലൈവായിട്ട് പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങിക്കൊണ്ടുപോകുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ജ്യൂസുകളുണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലത്താണ് പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉണ്ടാക്കി വെച്ച പൊറോട്ടയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉള്ളത് വെച്ചാൽ അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ അത് ബീഫാണ്. പിന്നെ അതിൻ്റെ കൂടെ കറികളും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ 2 ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. പിന്നെ കുറച്ച് വിട്ടിട്ട് അവിടുത്തെ ചേച്ചി, നമ്മുടെ ഇവിടെ അടുത്തുള്ള ചേച്ചിമാർ തന്നെ അവർ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ബേൽപൂരി, അതുപോലെ തന്നെ പാനിപ്പൂരി, പിന്നെ കാളൻ, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫുഡ് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ 2 ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങി നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.